ബസ്സിൽ വെച്ച് മറന്ന മാല തിരികെ നൽകാൻ വീട്ടമ്മയോട് 10,000 രൂപ ആവശ്യപ്പെട്ട് KSRTC. ഭർത്താവിന്റെ ചികിത്സയ്ക്കായി പണയം വയ്ക്കാൻ കൊണ്ടുപോയ മാലയാണ് KSRTC ബസ്സിൽ നഷ്ടപ്പെട്ടത്. മാല തിരിച്ചെടുക്കാൻ നാട്ടുകാരോട് കടം വാങ്ങി KSRTC കരുനാഗപ്പള്ളി ഡിപ്പോയിലേക്ക് പോവുകയാണ്. കുറ്റിവട്ടം സ്വദേശി ശോഭ. അരുൺരാജ് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. KSRTCയിൽ യാത്ര ചെയ്യുന്നവർ അറിയേണ്ടതായ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മൾ അറിയാത്ത ഒരു നിയമം ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് വലിയ കുരുക്കുണ്ടാക്കിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി കുറ്റിവട്ടം സ്വദേശിയായ ശോഭയാണ് എന്നോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ മാസം 22-ാം തീയതിയാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് കുറ്റിവട്ടത്തേക്ക് വരികയായിരുന്നു. ഭർത്താവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിന് ചില ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയാണ് പോയത്. കയ്യിൽ കുറച്ച് പൈസ കരുതാനില്ലാത്തതിനാൽ ഒരു മാല കൂടി പണയം വെക്കാൻ ഒപ്പം കരുതിയിരുന്നു. അല്ലെ, എന്തായിരുന്നു സംഭവിച്ചത് പിന്നീട്? ആ മാല ഞാൻ ഇങ്ങനെ പേഴ്സിനകത്ത് ഇട്ടിരുന്നതിനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിനകത്ത് കയറി സ്റ്റാൻഡില് പിന്നെ ബസ്സിനകത്ത് കയറി ഇരിക്കുമ്പോൾ പേഴ്സ് തുറന്നു നോക്കി ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പം മാല പേഴ്സിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ കുറ്റാമുക്കിൽ അങ്ങ് ബസ്സിനകത്ത് നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ മാല കാണുന്നില്ല. അങ്ങനെ ഞാൻ ഇത് തിരിച്ചു ഓടി ആ റോഡിലെല്ലാം വന്ന് നോക്കി. ബസ് അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഇത് എന്തോ ചെയ്യണം, എവിടെ ചോദിക്കും, ആരോട് ചോദിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യാതായി പോയി. അങ്ങനുണ്ട്. പിന്നെ ഞങ്ങളുടെ കരിക്കയിലെ ഒരു കൊച്ചിന്റെ ബന്ധു ഇങ്ങനെ കായംകുളത്ത് ഹരിപ്പാട് വെച്ച് അവര് ഇതിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതിനൊക്കെ മാല കിട്ടിയതായിട്ട് ഒരു വാട്സപ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഈ കൊച്ചി എന്നെ ഫോൺ കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് പറഞ്ഞ് ഇതാണോ മോടെ മാലയെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു അത് എവിടെ ഉണ്ട്? അന്നേരം പറഞ്ഞ് ഹരിപ്പാട് ഡിപ്പോയിൽ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ കരുനാഗപ്പള്ളി ചെന്ന് പരാതിപ്പെട്ടാൽ മതി, അത് അവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കരുനാഗപ്പള്ളി ചെന്നപ്പോ ഉണ്ട് അവിടുന്ന് പറയുന്നു 200 രൂപ പത്രം വേണം, എന്റെ ആധാർ വേണം, എന്റെ ഐഡന്റിറ്റി കാർഡ് വേണം, 10,000 രൂപയും വേണം. 10,000 രൂപ എങ്ങനെയാണ് ആ തുക പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത്രയും രൂപ? അത്രയും രൂപ അവര് 4 പവന്റെ മാല ആയതുകൊണ്ടാണോ? 2 പവന്റെ മാല 2 പവന്റെ മാലയായോണ്ട് 10,000 രൂപ കൊടുക്കണോ KSRTC അവര് അവിടുന്ന് പറഞ്ഞു. KSRTCക്കുള്ള അങ്ങനെ ഒരു നിയമമുണ്ട്, അതറിയാം. പക്ഷെ സൂക്ഷിച്ചതിന്റെ ചിലവായി ആ വാടകയായിട്ടാണ് 10,000 രൂപ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അന്നേരം അവര് പറയുന്ന 2 ദിവസം അവരുടെ കയ്യിൽ ഇരുന്നത് കൊണ്ടാ അവര് 10,000 രൂപ ചോദിക്കുന്നത്. 10,000 രൂപ ഒപ്പിക്കാൻ വേണ്ടി ഓടി. അണ്ണന് സുഖമില്ലാത്ത അണ്ണനെ ഈ പറഞ്ഞ ക്രിയാറ്റിൻ കൂടുതലാണ്, അണ്ണനെ ഡയാലിസിസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടുന്ന. അന്നേരം അങ്ങനെയൊക്കെയുള്ള പൈസയുടെ പ്രശ്നം കൊണ്ടാ ഞാനും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു. അങ്ങനെ മന്ത്രിയോട് എന്താ പറയാനുള്ളത്? എങ്ങനെങ്കിലും മന്ത്രി ഈ പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി ചെയ്യണം. ഞാൻ ഈ 10,000 രൂപ കൊടുക്കുന്നത് കൊണ്ട് അതിനെന്ത് വന്നു വെച്ചാൽ എനിക്ക് പറയുന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്. എന്തായാലും ഇത്തരമൊരു നിയമങ്ങൾ സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം നിയമങ്ങൾ പൊളിച്ചെഴുതുകൂടി വേണം. അക്കാര്യത്തിൽ മന്ത്രി KV ഗണേഷ് കുമാറിന്റെ അനുഭവപൂർവമായ സമീപനമാണ് ഞങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്തുനിന്ന് അരുൺരാജ്, 24. KV ഗണേഷ് കുമാറിനെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ടെലിഫോണിൽ ലഭിച്ചിട്ടില്ല. ബസ്സിൽ മാല മറന്നു വയ്ക്കുന്നു. അതിനുശേഷം അത് തിരികെ ലഭിക്കണമെങ്കിൽ 10,000 രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് പണയം വയ്ക്കാൻ ഈ മാല കൊണ്ടുപോയതാണ്. ആ മാല മറന്നു വെച്ചു. 2 ദിവസം KSRTC അധികൃതർ അത് സൂക്ഷിച്ചു വെച്ചു. അതിന്റെ തുക എന്ന തരത്തിലേക്കാണ്. പക്ഷേ ഈ 10,000 രൂപ അവരെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. അതിൽ നിന്ന് അവരെ ഒഴിവാക്കി തരണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് അവർ ഗതാഗത മന്ത്രിക്ക് മുന്നിൽ വയ്ക്കുന്നത്. മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങളും ഈ വാർത്ത കൊണ്ടുവരികയാണ്. അദ്ദേഹത്തെ ഇവിടെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കണം, ഈ കാര്യങ്ങൾ അറിയിക്കണമെന്ന് നമുക്കുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണം. അതാണ് നമ്മളുടെയും അഭ്യർത്ഥന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.